ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ല കിടിലൻ ടേസ്റ്റുള്ള കപ്പ ഉലർത്തിയതാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. നല്ല കട്ടൻ ചായയുടെ കൂടെ അടിപൊളിയാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കപ്പ ചെറുതായിട്ടൊന്ന് നുറുക്കി വാഷ് ചെയ്തെടുത്ത ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിനെ നമ്മൾ ഊറ്റിയെടുക്കാൻ പോവുകയാണേ. ഒരു 10 മിനിറ്റ് ഇങ്ങനെ തിളപ്പിച്ചാൽ മതി. പിന്നെ കപ്പയുടെ വേവ് വ്യത്യാസം ഉണ്ടാകും, അപ്പോൾ ഒരു ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കണം. വെന്ത് തുടങ്ങിയെന്ന് മനസ്സിലാകുമ്പോൾ നമുക്കത് ഊറ്റിയെടുക്കാം. അത് വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ച ശേഷം ഒരു പാനിൽ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 10 ചുവന്നുള്ളി, 4 ഇതൾ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുക്കണം. എന്നിട്ട് അതും കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇതിന് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണേ. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഇപ്പോൾ ഇത് ഉള്ളി ആവശ്യത്തിന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. എരിവ് കുറച്ച് മതി എന്നുള്ളവർ മുളകിൻ്റെ അളവൊന്ന് കുറച്ചോണേ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള കപ്പയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോഴാണ് അതിലേക്ക് എല്ലായിടത്തും മുളകൊക്കെ ഒരുപോലെ ഒന്ന് ആവുകയുള്ളേ. അപ്പോൾ വെളിച്ചെണ്ണയിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോഴാണ് നല്ല കിട്ടിലും ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഇതിൻ്റെ കൂടെ വേറെ കറികളൊന്നും ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ ചായയുടെ കൂടെ കഴിക്കാം കേട്ടോ. ഒരു അടിപൊളി ഒരു ഈവനിങ് സ്നാക്കാണ്. അതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്